ഹലോ ഡിയേഴ്സ്, ഇന്ന് നമുക്കൊരു കുട്ടി വ്ളോഗ് കണ്ടാലോ. ഇപ്പോൾ സമയം 12 മണിയാണ്. ഉച്ചനേരമാണ്. ഇന്ന് കറിക്കൊന്നും കിട്ടിയില്ലായിരുന്നു. അപ്പോൾ ഇന്നലെ കുറച്ച് ഉണക്കച്ചെമ്മീൻ പോലെ തന്നെ സോയാബീൻ പാക്കറ്റ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് കറിക്കൊന്നും കിട്ടില്ല എന്നാണെങ്കിൽ ഇത് വെച്ച് എന്തെങ്കിലും ആക്കാമെന്ന്. അപ്പോൾ അങ്ങനെ സോയാബീൻ വെച്ചിട്ട് ജസ്റ്റ് ഒരു റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഉണക്കച്ചെമ്മീൻ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചാറിനായിട്ട് ഒന്നുമില്ല. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ മാങ്ങ ഉണ്ടല്ലോ. അപ്പോൾ ആ മാങ്ങ വെച്ചൊരു മാങ്ങ കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ആദ്യമേ തന്നെ നന്നായിട്ട് അരിഞ്ഞ് വെച്ചാൽ കേട്ടോ. ഇത് കരയനല്ല കേട്ടോ, സവാള അരിഞ്ഞതിൻ്റെ എൻ്റെ കണ്ണ് മൊത്തം കലങ്ങി. കണ്ണൊക്കെ എഴുതി കുളിച്ച് സുന്ദരമായിട്ട് അടുക്കളയിലോട്ട് വന്നാണ്. സവാള അരിഞ്ഞപ്പോൾ ഇതെല്ലാം പോയി. അങ്ങനെ മാങ്ങക്കറിക്കുള്ള കാര്യങ്ങളൊക്കെ എല്ലാം അരിഞ്ഞ് വെച്ചായിരുന്നേ. അപ്പോഴാണ് ഇത് ഒരാൾ എഴുന്നേറ്റ് വന്നേക്കുന്നു. തമ്പുരിന് ഉറക്കിക്കെടുത്തിട്ടാണ് ഞാൻ അടുക്കളയിലോട്ട് വന്നത്. അവൾ കുറച്ചേരം ഉറങ്ങി, പിന്നെ ആൾ എഴുന്നേറ്റ് വന്നു. ഞാൻ വിചാരിച്ചു എൻ്റെ വീഡിയോ എടുക്കൽ നടക്കില്ല, എൻ്റെ അടുക്കള പണി നടക്കില്ലെന്ന് വിചാരിച്ചു. പക്ഷേ കുറച്ച് മാങ്ങിരിപ്പുണ്ടായിരുന്നു പഴുത്തത്. അത് അരിഞ്ഞു കൊടുത്തപ്പോൾ ആൾ വേഗം അതും കൊണ്ട് അടുക്കളയിൽ നിന്ന് പോയി അവിടെ നിന്ന് കഴിച്ചായിരുന്നു കേട്ടോ, ശല്യമില്ലാണ്ട്. അപ്പോൾ കറിക്ക് വേണ്ട സാധനങ്ങളാണ് കേട്ടോ ഞാൻ ഇതെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. സോയാബീൻ ആണെന്നുണ്ടെങ്കിൽ ഉപ്പിട്ട് മഞ്ഞപ്പൊടി ഇട്ട് തിളച്ചുള്ളത്തിൽ ഇട്ട് വെച്ചേക്കുവാണ്. അതൊന്ന് വീർത്ത് വന്നതിന് ശേഷം നമ്മൾ നന്നായിട്ട് കഴുകി വെള്ളം പിഴിഞ്ഞാണ് അത് എടുക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. പിന്നെ തേങ്ങാപ്പാൽ എന്തിനാണെന്ന് വെച്ചാൽ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് ഞാൻ മാങ്ങക്കറി വെക്കുന്നത്. ഇത് അങ്കമാലി സ്റ്റൈൽ മാങ്ങക്കറിയൊന്നുമല്ല, എൻ്റേതായ രീതിയിലുള്ളൊരു മാങ്ങക്കറിയാണ് ഞാൻ വെക്കുന്നത് കേട്ടോ. ഇതിന് റെസിപ്പീസൊക്കെ ഒന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടേക്കാവേ. എന്തൊരു ചൂടാണല്ലോ, ഇവിടെയൊക്കെ നല്ല ചൂടാണ്. നിങ്ങളുടെ നാട്ടിൽ ഇതുപോലെ തന്നെയാണോ? ചൂടിന് വല്ല കുറവ് കേട്ടോ. എല്ലാവരും നല്ല രീതിയിൽ വെള്ളമൊക്കെ കുടിക്കട്ടോ, കാരണം ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം നല്ല രീതിയിൽ വെള്ളമൊക്കെ കുടിച്ച് നല്ല ഹെൽത്തി ആയിട്ട് എല്ലാവരും ഇരിക്കാൻ നോക്കുക കേട്ടോ. അപ്പം ഞാൻ ഓരോ കറികളായിട്ടാണ് വെക്കുവാണ്. മാങ്ങക്കറി ഒരു സൈഡ് വെക്കുന്നുണ്ട്, അപ്പുറത്തെ സൈഡ് ഉണക്കച്ചെമ്മീൻ വറുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഒരു വൈപ്പിൻകാരായിട്ട് എന്താണ് മീനൊന്നും ഇല്ലാത്തതെന്ന്. നമുക്ക് വൈപ്പിൻകാരാണെന്നുണ്ടെങ്കിലും നമുക്ക് ഫ്രഷ് മീനൊക്കെ കിട്ടുന്നതാണ്. പക്ഷേ ഇപ്പം എന്തോ മീൻ നല്ല രീതിയിൽ കുറവാണ്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാ ദിവസവും മീനൊന്നും വാങ്ങിക്കുന്നില്ല. ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ തട്ടിമുട്ടിയും കഴിഞ്ഞൊക്കെ പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. പക്ഷെ നമുക്ക് മീനിൻ്റെ ഒക്കെ ചുവയില്ലാണ്ട് പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പച്ചക്കറിയുടെ കൂടെ സൈഡിന് ഉണക്കച്ചെമ്മീനും വറുക്കുന്നത്. ഉണക്കച്ചെമ്മീനും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചാറ് കറിക്കാണെന്നുണ്ടെങ്കിൽ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ അല്ലേ. പിന്നെ ഞാൻ ഈ മാങ്ങക്കറി ഫസ്റ്റ് ടൈമാണ് കേട്ടോ വെക്കുന്നത്. ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല. ഇങ്ങനെ വെച്ച് നോക്കട്ടെ എങ്ങനെയുണ്ടെന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഞാനത് പറയാം കേട്ടോ. ഇപ്പം തന്നെ ഞാൻ വൈകി അടുക്കളയിൽ കയറാനായിട്ട് 12 മണിയായി. പെട്ടെന്നാണ് എല്ലാം റെഡിയാക്കുന്നത്. കാരണം മക്കൾക്ക് ചോറ് കൊടുക്കണമല്ലോ. അവർക്കൊരു 1:15-1:30 ചോറ് കൊടുക്കണം. അപ്പം പച്ചക്കറി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ടൈമൊന്നും വേണ്ട, പെട്ടെന്ന് എല്ലാം റെഡിയാകും. അപ്പോൾ ഇതേ മാങ്ങക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ജസ്റ്റ് കടുകൊന്ന് വറയ്ക്കുന്നുണ്ട്. അതിനുശേഷം അപ്പുറത്ത് ഇതേ നമുക്ക് സോയാബീൻ റോസ്റ്റിനുള്ള കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കടുക് വറുക്കാനായിട്ട് സാധാരണ നമ്മൾ എടുക്കുന്ന പോലെ തന്നെ കടുകും അതുപോലെ തന്നെ വറ്റൽമുളകും അറിവേപ്പിലും. പിന്നെ ഞാനിതിൽ ആദ്യമേ തന്നെ ഉലുവ പൊട്ടിച്ചായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇതിലിപ്പോൾ ഉലുവ ഇട്ടിട്ടില്ല. കറികളെല്ലാം റെഡി ആയിരുന്നു. ഉണക്കച്ചെമ്മീൻ വറുത്തത്, അതുപോലെ തന്നെ മാങ്ങാക്കറി, സോയാബീൻ റോസ്റ്റ്, ഇത് 3ഉം റെഡി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് അടുക്കള ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കി. കുറേ പാത്രങ്ങളുണ്ടായിരുന്നു, ഞാൻ ഇപ്പോൾ കഴുകുന്നില്ല. ഞാൻ ആദ്യം പോയി ഫുഡ് കഴിച്ച് മക്കൾക്കും കൊടുത്തതിന് ശേഷം വന്നിട്ട് ഞാൻ പാത്രങ്ങളെല്ലാം കഴുകുന്നുള്ളൂ. അങ്ങനെ പാത്രങ്ങളും ക്ലീൻ ആക്കി കേട്ടോ. പണികളെല്ലാം കഴിഞ്ഞ് ഞാൻ അങ്ങനെ വെട്ടി വേർത്ത് കുളിച്ചു. ഇനി രണ്ടാമത് പോയി കുളിക്കേണ്ട അവസ്ഥയാണ് കേട്ടോ. എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വിശേഷവും ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, ബായ്.